അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഫോമുലാസ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു പോർഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ദ എക്സ്പ്രഷൻ ഫോർ ദ സം ടു എൻ ടേംസ് ആർ ഗിവൺ. അതായത് എൻ ടേംസ് അതിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ nth ടേം ആണ്. തന്നിരിക്കുന്ന സം ടു n ടേംസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് വെച്ചിട്ട് nth ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിക്കാം എക്സ്പ്രഷൻ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ nth ടേം ആണ്. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. n² + 2n. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ Sn ആണ്. n ടേംസിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷനാണ് n² + 2n എന്ന് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? nth ടേം. nth ടേം എന്ന് പറഞ്ഞാൽ xn ആണ്. xnൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം a എന്ന് യൂസ് ചെയ്യുന്നവരും ഉണ്ട്, x1 നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്നത് x1 ആണ്. സോ അങ്ങനെ തന്നെ എഴുതി പോയാൽ മതി. x1 + n - 1 × d. അതിൽ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, കോമൺ ഡിഫറൻസ് ആണ് d എന്ന് പറയുന്നത്. ഇതിൽ nth ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും മാത്രം മതി. നമ്മൾ എന്നിനെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് nth ടേം കണ്ടുപിടിക്കുന്ന സമയത്ത്. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ എന്തായിട്ട് നോട്ട് ചെയ്യുന്നു? n² + 2n Sn ആയിട്ട് നോട്ട് ചെയ്യുന്നു. Sn = n² + 2n. ഓക്കെ, എന്നിട്ട് Sn നമ്മൾ S1 കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ എന്നിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1² + 2 × 1 ആൻസർ എന്ത് വരും? 3 എന്ന് വരും. അതായത് S1 3 എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ടേമിൻ്റെ സമ്മ് 3 എന്നാണ്. ഒരു സീക്വൻസിൽ ഒരു ടേമിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും. എപ്പോഴും S1 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും. ഇവിടെ അത് 3 ആണ്. അപ്പോൾ എപ്പോഴും എന്താണ്, Sn തന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? S1 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? n² + 2n 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. S2 കണ്ടുപിടിക്കുക. 2² + 2 × 2 എന്ന് വരും. ആൻസർ എന്ത് വരും? 8 എന്ന് വരും. അപ്പോൾ S2 എന്ന് പറയുന്നത് 8 ആണ് കിട്ടിയത്. ഈ S2 എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ 2 ടേമുകളുടെ സം. ആദ്യത്തെ 2 ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം x1 ആയിരിക്കും, സെക്കൻഡ് ടേം x2 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 ടേമുകളുടെ സമ്മാണ് ഈ S2 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 8 ആണ്. ഓക്കെ, നമ്മളൊരു എക്സ്പ്രഷനിൽ എത്തിയിട്ടുണ്ട്. x1 + x2 = 8 എന്നുള്ളത്. ഇതിൽ ഈ x1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -x1 ആവും. സോ 8 - x1 എന്ന് വരും. x1 നേരത്തെ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു, എന്താ? 3. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 5. x1 3 എന്നും കിട്ടി, x2 5 എന്നും കിട്ടി. 2 ടേം അടുത്തടുത്ത ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ഇല്ല. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം അങ്ങ് കുറച്ചാൽ പോരെ? 2 ആയിരിക്കും. കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു nth ടേം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. ഇവിടെ ഞാൻ a എന്നാണ് എഴുതിയേക്കുന്നത്. x1 വെച്ച് പഠിക്കുന്നവർ x1 തന്നെ എഴുതി പോയാൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 എന്നും x1 നമുക്ക് എത്ര എന്നും കിട്ടിയായിരുന്നു? 3 എന്നും കിട്ടി. അത് രണ്ടും എന്ത് ചെയ്യുക? xnൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 + n - 1 × d എന്ന് പറയുന്നത് 2. ഇനി അതിനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 3 + 2n - 2 എന്ന് വരും. 2n + 1 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? nth ടേം കണ്ടുപിടിച്ചു. ഒരു സം ടു n ടേംസിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? nth ടേം കണ്ടുപിടിക്കാൻ പറ്റി. അതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ സം ടു n ടേംസിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കി. ഇപ്പോൾ തന്നിരിക്കുന്നത് നോക്കിക്കോ, ഇത് ഇത്രയും എക്സ്പ്രഷനാണ്. Sn ആണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് S1 S2 കണ്ടുപിടിക്കുക. അതിൽ നിന്ന് x1ഉം x2ഉം കണ്ടുപിടിക്കുക. x1ഉം x2ഉം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെയും nth ടേം കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഇത്രയും nth ടേം നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. അടുത്തത് നമുക്ക് നോക്കാം പാറ്റേൺ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് കൊണ്ട് നമ്മളൊരു പാറ്റേൺ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ വെച്ച് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ജനറൽ പാറ്റേൺ, അതായത് x1 x2 x3 x4 ഒക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ടേമുകളെങ്കിൽ അത് വെച്ച് ഫോം ചെയ്യാവുന്ന പാറ്റേണാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പാറ്റേണിൻ്റെ പ്രത്യേകം നോക്കിക്കേ. ഫസ്റ്റ് ലൈനിൽ എത്രയാണ്? ഒരു ടേമേ ഉള്ളൂ. സെക്കൻഡ് ലൈനിൽ 2 ടേം, തേർഡ് ലൈനിൽ 3 ടേം, ഫോർത്ത് ലൈനിൽ 4 ടേം. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. അതൊരു ക്വസ്റ്റ്യൻ
കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ ഫോമുലയും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ടേംസ് ഇൻ കേത്ത് ലൈൻ, കെ ആയിരിക്കും ആ ഫോമുല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ഓഫ് കേത്ത് ലൈൻ ഡി ഇൻറ്റു കെ പ്ലസ് 1/2 പ്ലസ് x1 മൈനസ് ഡി. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു പ്രോബ്ലം വെച്ചിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഈ ഫോമുല യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും. അപ്പം x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്. നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇതാണ് ഒരു പാറ്റേൺ ചോദിച്ചിരിക്കുന്നത്. 4, 7, 10, 13, 16, 19, 22, 25, 28, 31. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ കണക്കത്തെ പാറ്റേൺ അല്ലേ. നോക്കിയേ, ഫസ്റ്റ് ലൈനിൽ ഒരു ടേം, സെക്കൻഡ് ലൈനിൽ 2 ടേം, തേർഡ് ലൈനിൽ 3 ടേം, ഫോർത്ത് ലൈനിൽ 4 ടേം, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേ കണക്ക് തന്നെ പിന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. 4, 7, 10 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. അപ്പം ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസുമാണ് ആദ്യം നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ പോകുമ്പോൾ സ്റ്റെപ്പിൽ എഴുതേണ്ടത്. ഇപ്പോൾ x1 4 ആണ്, കോമൺ ഡിഫറൻസ് എത്ര വെച്ചാൽ കൂടി പോകുന്നത് 3 വെച്ചാണ്. നമ്മൾ ഈ ഒരു പാറ്റേണിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ 9th ലൈൻ വരുക. ഓക്കെ, 9th ലൈൻ. ഇപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഇങ്ങനെ പോയി 9th ലൈനിൽ എത്ര ടേം കാണും? ഫസ്റ്റ് ലൈനിൽ 1 ടേം, സെക്കൻഡ് ലൈനിൽ 2 ടേംസ്, തേർഡ് ലൈനിൽ 3 ടേംസ്. അങ്ങനെയാണെങ്കിൽ 9th ലൈനിൽ എത്ര ടേംസ് കാണും? 9 ടേംസ് കാണും. അപ്പോൾ 9th ലൈനിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? 9 ടേംസ് ഉണ്ടായിരിക്കും. 20th ലൈനിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? 20 ടേംസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നതെങ്കിൽ, ഈ ഒരു പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എത്രാമത്തെ ലൈനിൻ്റെ വേണമെങ്കിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അത് തന്നെ ആയിരിക്കും. ഇപ്പോൾ 20th ലൈൻ എന്ന് പറഞ്ഞാൽ 20 തന്നെ ആയിരിക്കും. 100th ലൈനിൽ എത്ര ടേം ഉണ്ടാവും? 100 ടേം ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ടേം ഓഫ് 20th ലൈൻ. ഇനി ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ലാസ്റ്റ് ടേം ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പാറ്റേണിൻ്റെ ഏതെങ്കിലും ഒരു ലൈനിൽ ലാസ്റ്റ് ടേം. ഇപ്പോൾ ഈ സെക്കൻഡ് ലൈനിൻ്റെ ലാസ്റ്റ് ടേം എന്താണ്? 10 ആണ്. തേർഡ് ലൈനിൻ്റെ 19 ആണ്. ഫോർത്ത് ലൈനിൻ്റെ 31 ആണ്. അങ്ങനെ നമുക്ക് എത്രാമത്തെ ലൈനിൻ്റെ വേണമെങ്കിലും ലാസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒരു ഫോമുലയാണ് നേരത്തെ നമ്മൾ 2 ഫോമുല എഴുതിയാൽ ഒരു ഫോമുല ഇതേ. ലാസ്റ്റ് ടേം ഓഫ് കേത്ത് ലൈൻ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു കെ പ്ലസ് 1/2 പ്ലസ് x1 മൈനസ് ഡി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ടേം ഓഫ് 20th ലൈനാണ്. 20th ലൈനിൻ്റെ ലാസ്റ്റ് ടേം എന്തായിരിക്കും? ആ ഫോമുല നമ്മൾ എടുത്തെഴുതുന്നു. ഈ ഡിയും x1ഉം എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ പാറ്റേണിൽ ഏത് സീക്വൻസ് ആണോ യൂസ് ചെയ്തത്, 4, 7, 10 അല്ലേ സീക്വൻസ്, അതിൻ്റെ x1ഉം ഡിയും ആണ്. x1 എന്ന് പറയുന്നത് 4 ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മൾ x1 4 d3യും x1 4 d3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എത്രാമത്തെ ലൈനിൻ്റെ ലാസ്റ്റ് ടേമാണ് ചോദിച്ചിരിക്കുന്നത്? 20 അല്ല. അപ്പോൾ ഈ കേക്ക് വരെ എന്താ കൊടുക്കുന്നത്? 20 ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 3 ഇൻറ്റു 20 ഇൻറ്റു 21/2 എന്ന് വരും. പ്ലസ് 4 മൈനസ് 3 1 വരും. അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു 10 ഇൻറ്റു 21 പ്ലസ് 1, ആൻസർ 631 എന്ന് വരും. അതായത് ആ ഒരു പാറ്റേണിൻ്റെ 20th ലൈനിൻ്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 631 ആണ്. ഇനി അടുത്തത് ഫസ്റ്റ് ടേം ഓഫ് 20th ലൈനാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ. ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നോക്കിക്കേ, ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത നോക്കിക്കേ. ഇപ്പോൾ 4th ലൈനിൻ്റെ ഫസ്റ്റ് ടേം ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 22 ആണല്ലോ 4th ലൈനിൻ്റെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, തേർഡ് ലൈനിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 3 അല്ലേ. അപ്പം 19ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 22 കിട്ടും. അപ്പം ഫോർത്ത് ലൈനിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ തേർഡ് ലൈനിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് മുന്നത്തെ ലൈനിൻ്റെ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേം ഓഫ് 20th ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും 19th ലൈനിൻ്റെ ലാസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ? ഫോമുല ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ. ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഏത് ലൈനിൻ്റെ ഫസ്റ്റ് ടേം ആണോ അതിന് തൊട്ട് മുന്നത്തെ ലൈനിൻ്റെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക?
കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. 19th ലൈനിൻ്റെ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഫോമുല എങ്ങനെയാണ്, ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഫോമുല എങ്ങനെയാണ്, d ഇൻറ്റു കെ ഇൻറ്റു കെ പ്ലസ് 1/2 പ്ലസ് x1 മൈനസ് ഡി ആണ്. ഡിയും x1 ഒക്കെ നേരത്തെ അതേ പാറ്റേൺ ആണല്ലോ നമ്മൾ നോക്കുന്നത്. സോ സെയിം ആയിരിക്കും, 4ഉം 3ഉം ആയിരിക്കും. കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, 19th ലൈനിൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നത്, കെ 19 ആയിരിക്കും. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്താൽ മതി. ആൻസർ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ചോദിക്കുന്നത് ഈ 20 ലൈൻ നമ്മൾ ഈ ഒരു പാറ്റേൺ 20 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 20 ലൈൻ വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 തൊട്ട് ആ 20 ലൈനിൻ്റെ ലാസ്റ്റ് ടേം വരെയുള്ള ആ ടേമുകളുടെ സമ്മാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്താ, സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 20 ലൈൻസ്. ആ 4 തൊട്ട് ആ 20 ലൈനിൻ്റെ ലാസ്റ്റ് നമ്പർ വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 x1 പ്ലസ് xn. x1 ഫസ്റ്റ് ടേമും xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമുമാണ്. 4 ആണ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എങ്ങനെയാണ് 631 വന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്, സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 20 ലൈൻസ്. 20 ലൈൻസിൻ്റെ സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 ലൈനിൻ്റെ ലാസ്റ്റ് ടേം ആയിരിക്കുമല്ലോ സമ്മിൻ്റെ ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, 631 ആണ്. 20 ലൈനിൻ്റെ ലാസ്റ്റ് ടേം 631 ആണ്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് n/2 x1 പ്ലസ് xnൽ ഫസ്റ്റ് ടേം 4ഉം ലാസ്റ്റ് ടേം 631ഉം വന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഒരു n മാത്രം നമുക്ക് ഇല്ല. അതായത് 4 തൊട്ട് 631 വരെ എത്ര ടേമുകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിനെന്താ ചെയ്യേണ്ടത്, 631 എത്രാമത്തെ ടേം ആണെന്ന് നോക്കിയാൽ പോരെ. 631 ഒരു സീക്വൻസിൻ്റെ എത്രാമത്തെ ടേം ആണെന്ന് നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ എന്ത് ചെയ്യും, xn-ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യും. xn എന്ന് പറയുന്നത് x1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. x1 4 ആണ്, d 3 ആണെന്നറിയാം. അപ്പോൾ അൺനോൺ ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്, n മാത്രമാണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, n കണ്ടുപിടിക്കുക. n 210 ആയിരിക്കും വരുന്നത്. ഇങ്ങനെയാണ് ഒരു പാറ്റേണിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പാറ്റേൺ തന്നെ ആയിരിക്കണം. പാറ്റേൺ ശ്രദ്ധിക്കണം. എങ്ങനെയാ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താ, ഫസ്റ്റ് ലൈനിൽ ഒരു ടേം, സെക്കൻഡ് ലൈനിൽ 2 ടേം, അങ്ങനെ ആയിരിക്കണം പോകുന്നത്.